കേരള പി എസ് സിയിൽ യൂണിഫോം ജോലികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടന്റ്, അല്ലെ? അസിസ്റ്റന്റ് ജയിൽ എന്ന് നമുക്ക് പറയാം. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പുള്ള നോട്ടിഫിക്കേഷനിലെ പരീക്ഷയിൽ എനിക്കൊരു മികച്ച റാങ്ക് നേടാനും ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കരസ്ഥമാക്കാൻ, അസിസ്റ്റന്റ് ജയിലറായിട്ട് ജോലി കരസ്ഥമാക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എക്സാം ക്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നിക്സ്, ടിപ്സ്, സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പം പി എസ് സി പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങും. തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കിളി പറന്നിരിക്കും. പക്ഷെ ക്ഷമയോടുകൂടി 1-2 മിനിറ്റും കൂടെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ വീഡിയോയിലെ കണ്ടന്റ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. 2x സ്പീഡിലിട്ട് കണ്ടാലും കുഴപ്പമില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പം നേരെ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഈ മോക്ക് ടെസ്റ്റ് തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്ക്, റാങ്ക്, എക്സാം പെർഫോമൻസ് ഒക്കെ ബൂസ്റ്റ് ആവും, ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം, അല്ലെ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ നല്ല ഒരു ജോബ് പ്രൊഫൈലാണ് അസിസ്റ്റന്റ് ജയിലേഴ്സിനുള്ളത്, അല്ലെ? DIG റാങ്ക് വരെ നമുക്ക് എത്താൻ സാധിക്കുന്ന വളരെയധികം പ്രൊമോഷൻ പ്രോസ്പെക്ട് ഉള്ള ഒരു പൊസിഷനാണത്. കമ്പയറിംഗ് ടു അതർ യൂണിഫോം പോസ്റ്റ്, ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള യൂണിഫോം പോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൊമോഷൻ സാധ്യതയും വർക്ക് കൾച്ചറും ഈ പറഞ്ഞ വർക്ക് ടെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ റിലേറ്റീവ്ലി കുറവാന്ന് പറയാം. യൂണിഫോം ജോബാണ്, തീരെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചും കൂടെ ഭേദമാണ്. അതിനോടൊപ്പം പ്രൊമോഷൻ സ്കോപ്പ് അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ജനങ്ങളെ സേവിക്കാൻ പറ്റിയ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആണത്. ഇത് വെച്ചിട്ട് വേണം ഞാൻ ഇനി പറയാൻ പോകുന്ന സ്ട്രാറ്റജി. നിങ്ങൾ ഇപ്പോൾ സെൽഫ് സ്റ്റഡി നടന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ഹാർഡ് വർക്കിന്റെയും സ്മാർട്ട് വർക്കിന്റെയും ഒരു മിക്സ് ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. നമുക്ക് എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. ഇൻ കേസ് നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും അതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണം ഈ ഒരു ചോദ്യം, 1 സെക്കൻഡ്, അസ്ഥാനത്താണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത്, അല്ലേ? അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ചോദ്യം കണ്ടാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുമെങ്കിലും, നമുക്ക് പെട്ടെന്ന് പഠിച്ചിട്ടില്ല എന്ന് തോന്നുമെങ്കിലും വളരെ പെട്ടെന്ന് ഒരു ഉത്തരവ് എത്താൻ പറ്റും. ചോദ്യം എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ സ്റ്റിഗ്മാറ്റൈസിങ് സെമാറ്റിക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുന്നു, കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് സെമാറ്റിക്സ് ഈ വാക്കിന് അർത്ഥം എന്താ? പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി നമ്മൾ പഠിക്കും. നിങ്ങൾ പഠിച്ചു തുടങ്ങിയ വ്യക്തിയാണ്, നിങ്ങൾ ഭാവിയിൽ പഠിക്കുമ്പോൾ വൊക്കാബുലറി നിങ്ങൾ പഠിക്കും. ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചുള്ള ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പഠന ശാഖയാണ് സെമാന്റിക്സ് എന്നുള്ള ബേസിക് നോളജ് വന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. കാര്യം 4 ഓപ്ഷനകത്ത് ഒന്നാമത്തെ ഓപ്ഷനകത്ത് എന്താ പറയുന്നത്? there shall be no discrimination against child, അല്ലെ? കുട്ടികളെ വിവേചനം നടത്താൻ പാടില്ല. ബി എന്താ പറയുക? കുട്ടികൾക്കെതിരായിട്ട് മോശപ്പെട്ട ഭാഷ, വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. സി എന്താ പറയുന്നത്? കുട്ടിക്കെതിരായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ക്രൈം തെളിയിക്കുന്നവരെ കുട്ടി ഇന്നസെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഡി നിങ്ങൾ വായിച്ചു നോക്കാം. ഈ കൂടുതൽ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷൻ ഏതാ? പറയൂ, ഒരു ഓപ്ഷൻ ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ബി മാത്രമല്ലേ? കാര്യം കുട്ടികളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവർക്ക് ചീത്ത വിളിക്കാനോ വഴക്കാനോ ഒന്നും പാടില്ല, അല്ലെ? അപ്പം ഭാഷയെ സെമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. അപ്പൊ അതിന്റെ ഉത്തരം ബി ആണ്. ഇത് തന്നെയാണ് എക്സാമിനർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക് ഉണ്ടോ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടോ എന്നാണ് എക്സാമിനർ നോക്കുന്നത്. കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. പല ചോദ്യങ്ങളും നമ്മുടെ കോമൺ സെൻസ് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ്, GK ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളല്ല. ഇത് സിവിൽ സർവീസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. UPSC പ്രിലിംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് കേരള PSC എക്സാംസ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട എങ്ങനെ മനസ്സിലായല്ലോ? അറിയാത്ത ചോദ്യം വന്നാൽ പോലും അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾ ശ്രമിച്ച് നോക്കണം ത്രൂ എലിമിനേഷൻ ടെക്നിക്സ്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെ പഠിക്കണം, അല്ലെ? ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. സ്മാർട്ട് വർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് നമുക്ക് ഉറപ്പായ റിസൾട്ട് നേടിത്തരുന്ന സംഭവമാണ്. ആഴത്തിലിറങ്ങി പഠിക്കണം. കാര്യം അറിവാണ് നമ്മുടെ ആയുധം. മറ്റുള്ള വിദ്യാർത്ഥികളെക്കാൾ 1-2 ഫാക്ട് കൂടുതൽ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ റാങ്കും അത്രയും ബൂസ്റ്റ് ആവും. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് സൈൻഡ് അറ്റ്ലാന്റിക് ചാർട്ടർ?
1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, ഇത് ഏത് ലോക നേതാക്കൾ ഒപ്പിട്ടെന്ന ചോദ്യം. ഈ പീരീഡ് കാണുമ്പോൾ യെസ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് സമയമാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ ടോപ്പിക് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടാൽ മതി. രണ്ടാം ലോക മഹായുദ്ധം എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? ഹിറ്റ്ലറിനെതിരായിട്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരുമിച്ച് നിന്ന് ആക്രമണം നടത്തുവാണ് ഹിറ്റ്ലറിനെതിരായിട്ട്. ഹിറ്റ്ലർ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ്. അപ്പൊ ഹിറ്റ്ലറെ നേരിടുമ്പോൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യത്തിനെയും ജനാധിപത്യത്തെയും മുറുക്കെ പിടിച്ച് മാത്രമേ ഹിറ്റ്ലറെ നേരിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന് വെച്ചാൽ ഒരു വില്ലനാണ്. വില്ലനെ നേരിടുമ്പോൾ നായകന്മാരായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക? അവരുടെ എത്തിക്സ് അവരിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, FDR, അതായത് അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ഒപ്പിട്ട ഒരു ഡോക്യുമെന്റ് ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഇതിനകത്ത് പറയുന്നത് പോസ്റ്റ് വാർ വേൾഡ് ഓർഡർ എന്നൊരു കോൺസെപ്റ്റ്. അതൊന്നും നോക്കണ്ട. അതായത് ലോകത്ത് ഡെമോക്രസി കൊണ്ടുവരണം, സ്വാതന്ത്ര്യം കൊണ്ടുവരണം, അതിനെ ഹിറ്റ്ലറെ പോലുള്ള ആൾക്കാരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആശയം പ്രകടിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഇത് എവിടുത്തെ പരിപാടി ഒന്ന് ആലോചിക്കുക. ഇന്ത്യ പോലൊരു രാജ്യത്തിനെ അടിമയാക്കി കണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാതെ, ഇന്ത്യൻ ജനാധിപത്യം തരാതെ നടക്കുന്ന ടീംസ് ആണ് ബ്രിട്ടൻ. ആ ബ്രിട്ടൻ ആണ് ലോകത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പിടുന്നത്. ഉടായിപ്പല്ലേ? ഇതിട്ടിട്ട് ഹിറ്റ്ലറും എല്ലാവരും ഇവരെ നന്നായിട്ട് ട്രോളില്ലേ? ഒരു കോമഡി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിക്കുമ്പോൾ അനലറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇത് ഒഴിവാക്കാനാണ്. ഇപ്പൊ നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം 1940s ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവം? ഓഗസ്റ്റ് ഓഫർ അല്ലെ? വൈസ്രോയ് ലിങ്ലിത്തോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഡൊമിനിയൻ സ്റ്റാറ്റസ്, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ക്രിപ്സ് മിഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആലോചിക്കുക, 1947 ഒരു 6 കൊല്ലത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുമല്ലേ ബ്രിട്ടൻ? നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രിട്ടൻ പണ്ടേ ഒപ്പിട്ടൊരു ഡോക്യുമെന്റിനകത്ത് പറയുന്ന കാര്യമാണ് ലോകത്തില് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, സ്വാതന്ത്ര്യം, ജനാധിപത്യം ഒക്കെ കൊണ്ടുവരണമെന്ന്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു രാജ്യം ഭാവിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ അത് വിരോധാഭാസമല്ലേ? അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇന്ത്യൻ ചരിത്രം പഠിക്കാം. വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതാണ് അതിന്റെ കോണ്ടാക്ട്. നമ്മൾ നമ്മൾ സമരം നടത്തിയോണ്ട് മാത്രമാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. അതിനകത്ത് പാർഷ്യൽ ട്രൂത്ത് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ ചരിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ലോകത്തിന് ഡെമോക്രസി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒക്കെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്ന വാക്ക് തന്നിട്ടാണ് ബ്രിട്ടനും അമേരിക്കയൊക്കെ യുദ്ധം ചെയ്യാൻ പോയിരുന്നത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ ജയിച്ചു. പിന്നെ പതുക്കെ അവർ മറ്റ് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇന്ത്യക്ക് തന്നു, സൗത്ത് ആഫ്രിക്ക തന്നു, സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് തന്നു. അപ്പൊ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ടോപ്പിക് മാത്രം എടുത്തു വെച്ച് പഠിക്കാതെ മറ്റ് ടോപ്പിക്സുമായി ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കഥ പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അത് കുറെ കൂടെ ക്ലിയർ ആയിട്ട് പതിയും. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ്. ചുമ്മാ ഫാക്ടുകൾ പറഞ്ഞ് പോവുകയല്ല. അതിന്റെ അനാലിസിസ്, കഥകൾ, അതിന്റെ പിന്നിലുള്ള കണക്ഷൻസ്, ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് ലിങ്ക് കിട്ടുക എന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആഴത്തിൽ തന്നെ പഠിക്കാം. ഇനി കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് കഴിഞ്ഞ ജയിലർ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. ഉക്രൈനിന്റെ വെസ്റ്റേൺ ബൗണ്ടറി അല്ലെ, വെസ്റ്റേൺ സൈഡുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യങ്ങൾ. ഇതൊക്കെ സിവിൽ സർവീസ് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. അതിനെക്കാളും ഡിഫിക്കൽട്ട് ആയിട്ട് എവിടെ ചോദിച്ചിട്ട് വെസ്റ്റേൺ ബൗണ്ടറി വളരെ സ്പെസിഫിക് ആണ്. വെസ്റ്റേൺ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം. ഇത് സിവിൽ സർവീസിന് അടിച്ചു മാറ്റിയതാണെന്നല്ല പറയുന്നത്. പക്ഷേ UPSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ കേരള PSCയിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ക്രക്സ് മനസ്സിലായോ? അപ്പൊ UPSC സ്റ്റൈലിൽ തന്നെ പഠിക്കാം. സിവിൽ സർവീസ് മാതൃകയിൽ പഠിക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. PSC പഠിക്കുന്നതിന്റെ എളുപ്പമാണ് UPSC പ്രിലിംസ് പഠിക്കുന്നത്. കാര്യം നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അനലറ്റിക്കലായിട്ട് എന്താ പറയാ, വിശകലനാത്മകമായിട്ട് ക്രക്സ് അറിഞ്ഞ് പഠിക്കാന്ന് പറയാം അല്ലെ? അതിന്റെ എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് അറിഞ്ഞ് പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിൽ UPSC പുസ്തകങ്ങൾ, ബുക്ക് ലിസ്റ്റിന്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ട് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഒരു ഫ്രീ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ UPSC ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് തരും. പക്ഷെ ഇവിടെ കൊണ്ട് നിർത്തരുത്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചോദ്യങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ കേരള PSC 2019 ഇത്രയും വലിയ രീതി മാറിയത്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ഇതിനേക്കാൾ മുമ്പ് മാറിയിരുന്നു. ഈ രീതിയിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പഠിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഒരു 6-7 മാസം ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു 7 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന റീസൺ ഇതാ. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തു. അതിന്റെ കൂടെ കഷ്ടപ്പെട്ട് ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് PSC, ബീഹാർ, രാജസ്ഥാൻ PSCയിലേക്ക് ചോദ്യ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു. ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കുക. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ
ഇത് ഏത് പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറയുമല്ലോ, ഇതൊക്കെ ഏത് കോടതിയിലാണ് വർക്കൗട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചോദ്യം. ഇതിന് ആൻസർ സി ആണ്, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കൊടുക്കാം. ഇത് ആക്ച്വലി 2021 ഉത്തർപ്രദേശിൽ നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഈ പരീക്ഷ 2022 എന്താണല്ലോ നടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ്സ് PSC ഇപ്പൊ രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാട് ഇത്ര നോക്കിയാൽ മതി, തീർന്നു. ഇത്തരം സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കൂടും. ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യണം, അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഹാർഡ് വർക്കും ചെയ്യണം. ഇത്ര എലമെന്റ്സ് വെച്ച് വേണം നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആണ് നിങ്ങളുടെ എന്താ പറയാ വിജയത്തിന്റെ ആർക്കിടെക്ട്, മറ്റാരുമല്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് റാങ്ക് കിട്ടും, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ഇനിയുള്ള കുറച്ച് മാസങ്ങളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ജോലി, ഒരു ഹൈ പ്രൊഫൈൽ ജോലി നിങ്ങളുടെ കയ്യിൽ